എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ പുതുമയല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും നേതാക്കൾ പരസ്പരം കനത്ത ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് രാഷ്ട്രീയ നേട്ടമായി മാറും, ചിലപ്പോൾ അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു സംഭവത്തെക്കുറിച്ചാണ്. 8 വർഷം മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ കോൺഗ്രസിൻ്റെ നേതാവ്, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല, ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പേര്, ആ പേരിനെ ചുറ്റിപ്പറ്റി തുടങ്ങിയ ഒരു മാനനഷ്ട കേസ് അവസാനം 8 വർഷം കഴിഞ്ഞ് 2026 മധ്യപ്രദേശിലെ ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധി ഒരു മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധി എന്തിനാണ് മാപ്പ് പറഞ്ഞത്? എന്തിനാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നത്? ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 2018 മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പ്രചരണം നടക്കുകയാണ്. അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. BJPയുടെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൊണ്ടുപിടിച്ച പരിശ്രമമാണ് അന്ന് നടത്തിയിരുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് രാഹുൽ ഗാന്ധി ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പനാമ പേപ്പേഴ്സ് വിവാദത്തെ പരാമർശിച്ചുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മകൻ കാർത്തികേയ സിംഗ് ചൗഹാൻ്റെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു. കാർത്തികേയയുടെ പേര് പനാമ പേപ്പേഴ്സിൽ വന്നവരുടെ പട്ടികയിലുണ്ട് എന്ന തരത്തിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പനാമ പേപ്പേഴ്സ് എന്നാണ്. 2016 ലോകത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ചോർച്ചയായിരുന്നു പനാമ പേപ്പേഴ്സ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ, വ്യവസായികളുടെ, പ്രമുഖരുടെ ഓഫ്ഷോർ കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ പട്ടിക വഴി പുറത്തു വന്നത്. ഇതിൻ്റെ അന്വേഷണങ്ങൾ നിരവധി രാജ്യങ്ങളിൽ നടന്നു. ഇന്ത്യയിലും വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളൊന്നുണ്ടായി. അങ്ങനെയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് കത്തി നിൽക്കുന്ന സമയത്ത് ഒരാളിൻ്റെ പേര് ഒരു പൊതുവേദിയിൽ ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള, തീർച്ചയായും അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ്. കാരണം അത് സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച്, രഹസ്യ നിക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തികളെ ചുറ്റിപ്പറ്റി സംശയം സൃഷ്ടിക്കും. എന്നാൽ ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നായിരുന്നു. കാർത്തികേയ സിംഗ് ചൗഹാൻ പറഞ്ഞത് തനിക്ക് പനാമ പേപ്പേഴ്സുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നാണ്. തൻ്റെ പേര് അനാവശ്യമായിട്ട് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ വലിച്ചിഴക്കുകയായിരുന്നു. അതുവഴി പൊതുസമൂഹത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമായി തുടങ്ങിയ, രാഷ്ട്രീയ ആരോപണമായി തുടങ്ങിയ ഒരു വിഷയം കോടതിയിലെത്തുന്നു. ഭോപ്പാലിലെ MPമാരുടെയും MLAമാരുടെയും കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് ഈ പരാതി എത്തുന്നത്. പരാതി പരിശോധിച്ചതിന് ശേഷം കോടതി ഇതിൽ കോഗ്നിസൻസ് എടുത്തു. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ സമൻസ് പുറപ്പെടുവിച്ചു. അതായത് കേസ് മുന്നോട്ട് പോകാൻ മതിയായിട്ടുള്ള പ്രാഥമിക അടിസ്ഥാനമുണ്ട് എന്നാണ് അന്ന് കോടതി മനസ്സിലാക്കിയത്. ഇവിടെയാണ് ഈ സംഭവം രാഷ്ട്രീയത്തിൽ നിന്ന് നിയമത്തിലേക്ക് മാറുന്നത്. രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിക്കുന്നു. തനിക്കെതിരായ സമൻസും കേസും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിലെത്തിയത്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. കേസ് പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു. ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന കാർത്തികേയ സിംഗ് ചൗഹാനെ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. ആ പരാമർശം ഒരു തെറ്റായ പരാമർശമായിരുന്നു. അതുമൂലം കാർത്തികേയ ചൗഹാനോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും വിഷമമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2018 പ്രസംഗം അന്നേ കേസായിരുന്നു. ദീർഘമായിട്ടുള്ള 8 വർഷം രാഹുൽ ഗാന്ധി ഇതൊന്നും തന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് അവസാനം 8 വർഷം കഴിഞ്ഞ് കേസിൽ തൻ്റെ ഗ്രിപ്പ് പൂർണ്ണമായിട്ട് പോകുന്നു, തനിക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വന്നപ്പോൾ, കാരണം പ്രത്യേകിച്ച് ഈ പനാമ പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അതിൽ കാർത്തികേയ സിംഗ് ചൗഹാൻ്റെ പേരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പണി പാളും എന്ന് തോന്നിയ സമയത്ത് രാഹുൽ ഗാന്ധി കോടതിയിൽ വന്ന് മാപ്പ് പറയുകയാണ്. താൻ പേരെടുത്ത് പരാമർശിച്ച കാർത്തികേയ സിംഗ് ചൗഹാനെതിരെ അല്ല ഈ ആരോപണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ പ്രശ്നം മറ്റൊന്നാണ്. BJP ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധി ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനല്ല. ആ സമയത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ്, ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ്. അന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല. പക്ഷേ ഈ കേസ് നടക്കുന്ന സമയത്തിൽ അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി. അദ്ദേഹത്തിന് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എന്നിട്ടും ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതുവരെ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിരുന്ന വ്യക്തി വസ്തുതകൾ പരിശോധിക്കാതെ ഒരാളിൻ്റെ പേര് പൊതുവേദിയിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാനായിട്ട് കഴിയും എന്നുള്ള വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് BJP വൃത്തങ്ങൾ ഉന്നയിക്കുന്നത്. BJPയുടെ നേതാക്കൾ പറയുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷേ വ്യക്തികളുടെ പേര് ചേർത്ത് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ തെളിവും അക്കൗണ്ടബിലിറ്റിയും ഉത്തരവാദിത്തം അതുണ്ടാകണം എന്നാണ്. ഇവിടെയാണ് ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം.
ഇത് വെറും രാഹുൽ ഗാന്ധിയും കാർത്തികേയ ചൗഹാനും തമ്മിലുള്ള പ്രശ്നമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആരോപണങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് കൂടിയിട്ടുള്ള ഒരു ചർച്ചയാണ് സത്യത്തിൽ കോടതിയിലുണ്ടായത്. തെരഞ്ഞെടുപ്പ് വേദികളിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള ചോദ്യം. നമ്മളിവിടെ കേരളത്തിലും പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എതിർ സ്ഥാനാർത്ഥികളെയൊക്കെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായിട്ടുള്ള പരാമർശം നടത്തുന്നത് കണ്ടിട്ടുണ്ട്. കായംകുളം MLA ആയിരുന്ന പ്രതിഭയുമായി ബന്ധപ്പെട്ട് മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്ന UDF നേതാക്കളെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ആവേശത്തിൻ്റെ പുറത്ത് അനാവശ്യം പറയുന്ന ഒരു പ്രവണത നല്ലതല്ല. അതിനെത്ര കാലം കഴിഞ്ഞിട്ടായാലും നിയമപരമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതാണ്. അതിന് ഈ നേതാക്കൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഈ ഒരു സംഭവം. ഇനി ഇത് കൂടാതെ ഇതിൽ മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. BJP ഇപ്പോൾ ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു പതിവുണ്ട്. അദ്ദേഹം ആദ്യം ആരോപണം ഉന്നയിക്കും, പിന്നീട് ഖേദം പ്രകടിപ്പിക്കും എന്നതാണ്. മുമ്പ് മറ്റു വിഷയങ്ങളിലും പ്രത്യേകിച്ച് റഫാൽ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണവും മാപ്പും ഒക്കെ പറയേണ്ടി വന്നിരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത്. കാർത്തികേയ സിംഗ് ചൗഹാന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ശ്രദ്ധയുള്ള ഒരാൾ പരസ്യമായിട്ടുള്ള ഒരു ചടങ്ങിൽ നിരവധി ആൾക്കാരുടെ സമക്ഷത്തിൽ പറയുന്ന ഒരു ആരോപണം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം 100% അപകീർത്തികരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരോപണം ശരിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ കേസിൽ കാർത്തികേയ സിംഗ് ചൗഹാന് പനാമ പേപ്പേഴ്സുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? വ്യക്തികളെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ദുഷിപ്പ് സംസാരിക്കുന്നത്? ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു മിതത്വം ഉണ്ടാകേണ്ടതല്ലേ തുടങ്ങിയ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. കോൺഗ്രസ് ഒരുപക്ഷെ പറയുക ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസംഗത്തിലെ തെറ്റായിട്ടുള്ള ഒരു പരാമർശമാണ് എന്നൊക്കെ ആയിരിക്കും. അത് ബോധപൂർവമായിട്ടുള്ള അപകീർത്തിപ്പെടുത്തലായിരുന്നില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വീണ്ടും ഓർക്കേണ്ടത് 2018 സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസും സമൻസും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതുവരെ വാദിച്ചിരുന്നത്. എന്നിട്ട് അവസാനം 8 വർഷം കഴിഞ്ഞപ്പോൾ തനിക്ക് ഈ കേസിൽ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് അദ്ദേഹം കോടതിയിൽ വന്ന് തൻ്റെ നിലപാട് മാറ്റുന്നതും ഇതിൽ ഖേദം പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നതും. അതായത് രാഹുൽ ഗാന്ധിക്ക് ഈ കേസിൻ്റെ നാൾവഴിയിലൊന്നിലും ഒരു തരത്തിലുള്ള മനസ്താപവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. തനിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തെറ്റുപറ്റിയെന്ന് തോന്നിയിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ദീർഘമായിട്ടുള്ള 8 വർഷം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഈ കാലയളവിൽ ഒരിക്കൽ പോലും ഈ പനാമ പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട് കാർത്തികേയ സിംഗ് ചൗഹാന്റെ പേരുണ്ടോ, അതോ തനിക്ക് പറ്റിയ ഒരു തെറ്റാണോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും ആവശ്യമെങ്കിൽ തെറ്റ് തിരുത്താനും മതിയായിട്ടുള്ള സമയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ അദ്ദേഹം അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഈ കേസ് അവശേഷിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോഷ്യൽ മീഡിയയുടെയും 24 മണിക്കൂർ വാർത്താ ചാനലുകളുടെയും കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ ഒരു പൊതുവേദിയിൽ പറയുന്ന ഓരോ വാക്കും സ്ഥിരമായിട്ടുള്ള ഒരു രേഖയായി മാറുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ ആരോപണം ഉന്നയിക്കാൻ ഏതാനും സെക്കൻഡുകൾ മതി. പക്ഷേ അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ വർഷങ്ങൾ വേണ്ടിവരും. അവസാനം ഒരു സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഇതേപോലെ സ്വന്തം പേര് ചീത്തയാക്കുന്ന തരത്തിൽ ഖേദപ്രകടനവും നടത്തേണ്ടി വരും. 2018 ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പറഞ്ഞ ഒരു വാചകമാണ്, ഒരു വിധത്തിലുള്ള ഹോംവർക്കും നടത്താതെ നടത്തിയിരുന്ന ഒരു പരാമർശമാണ്, ഒരു വ്യക്തി അധിക്ഷേപമാണ്. അവസാനം 8 വർഷം കഴിഞ്ഞ് മധ്യപ്രദേശിലെ ഹൈക്കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞിരിക്കുന്നു. അതായത് ആരോപണം ഉന്നയിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അത് തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. സവർക്കറെ അപകീർത്തിപ്പെടുത്തി തുടങ്ങിയ പല കേസുകളും അദ്ദേഹത്തിനെതിരെ പല കോടതികളിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ബോധോദയം ഉണ്ടാകാൻ, തിരുത്തൽ വരുത്താൻ മതിയായിട്ടുള്ള സമയം ഇപ്പോഴെങ്കിലും ഉണ്ട് എന്ന് കരുതി അദ്ദേഹം അത് സ്വീകരിക്കേണ്ടതാണ് എന്ന് മാത്രം അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉപദേശിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.